കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ നടന്ന ഒരു കിഡ്നാപ്പിങ്ങും അതിനെ തുടർന്നുള്ള പീഡന പരമ്പരയും വലിയ വാർത്തയാണ്. നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു. അതാണ്, നമ്മൾ അതായത് ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നത്. മകളെ വിവാഹം കഴിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ പിതാവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിൽ, സൗണ്ട് പ്രൂഫുള്ള ഒരു മുറിയിലിട്ട് ചങ്ങലയിൽ ബന്ധിച്ച് അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നു. മകനെ വിളിച്ചു വരുത്തി അവൻ്റെ കൈയെല്ലാം ഈ കൊടിൽ വെച്ച് അടിച്ചൊടിക്കുന്നു. അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും അവരെയും ഇതുപോലെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇത് പഞ്ചായത്ത് മെമ്പറോട് ഈ അമ്മ പറയുന്നതും അങ്ങനെ അവരെത്തി ഈ മൃതപ്രായനായി കിടന്ന ആ പിതാവിനെയും മകനെയും ഒക്കെ ഹോസ്പിറ്റലിലാക്കുന്നു. കേസിൽ 5 പ്രതികൾ യുവാക്കളാണ് ഉണ്ടായിരുന്നതെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ 4 പേരെ ഉള്ളായിരുന്നു. ഈ 4 പേരും പോലീസിലെത്തി കീഴടങ്ങി. ആ കീഴടങ്ങിയതിൻ്റെ പിന്നിലെ കഥയാണ് ഏറ്റവും രസകരമായത്. വിശന്ന് ഇവന്മാർ ഊപ്പാട് വന്ന് ഇവന്മാർക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, എന്തെങ്കിലും കഴിച്ചില്ല രക്ഷയൊന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുക എന്നുള്ളതല്ലാതെ വേറെ മാർഗങ്ങളില്ല. എന്തൊരു ക്രൂരതയാണ് ഇവന്മാർ കാണിച്ചത്. ഇവനൊക്കെ സത്യം പേടിച്ചാൽ ആടി കൊടുക്കണം. എന്നിട്ട് ഇവന്മാർ നല്ല ജയിൽ ശിക്ഷ കിട്ടുന്ന രീതിയിൽ വകുപ്പുകൾ അനുസരിച്ചാണ് ഇവന്മാരിൽ കേസെടുക്കുക. ഇതിനകത്ത് ഈ 4 പേരാണ്. ഒന്ന്, ഈ കൊല്ലം മതിര തെറ്റിമുക്ക് കിഴക്കങ്കര വീട്ടിൽ ആർ സുധീഷ്, ഇവനാണ് പ്രധാന പ്രതി. 28 വയസ്സാണ്. ഇവനാണ് കല്യാണം ആലോചിച്ച് ഇവന്റെ പ്രതികാരമാണ്, സുധീഷിന്റെ പ്രതികാരമാണ് ഈ നടത്തിയത്. ഇവന്റെ സഹായികളാണ് കടക്കൽ തൃക്കണ്ണാപുരം അരുൺ ഭവനിൽ അരുൺ, 21 വയസ്സേ ഉള്ളൂ. കുമ്മിൽ കൊണ്ടോട്ടി നമ്പലച്ചിറ വീട്ടിൽ RS ആരോമൽ, അവന് 21 വയസ്സേ ഉള്ളൂ. കടക്കൽ തൃക്കണ്ണപുരം രാഹുൽ ഭവനിൽ R ലാൽകൃഷ്ണ, 20 വയസ്സേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോ, ഈ 28 വയസ്സുള്ളവന് വേണ്ടി ഈ 3 യുവാക്കൾ, അവന്മാരെ കാട്ടി പ്രായം കുറഞ്ഞ 3 പേർ, ഈ 3 പേരാണ് പോയി അനിൽകുമാർ എന്ന് പറയുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളിയെയാണ് ഇവർ തട്ടിക്കൊണ്ടു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 ലക്ഷം രൂപ ചെലവാക്കിയാണ് ഇവന്മാർ ഈ ഇടി കേന്ദ്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിന് എത്ര വർഷമായിട്ട്, 1 വർഷമോ 2 വർഷമായിട്ടുള്ള കഠിന പ്രയത്നത്തിനൊടുവിലാണ് ഇവർ ഇതിലൊരുത്തൻ്റെ ബന്ധുവിൻ്റെ ഒരു ആളൊഴിഞ്ഞ പറമ്പിലെ വീട്ടിനകത്താണ് ഈ ഇടിമുറി സെറ്റ് ചെയ്തത്. അത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന പിള്ളേരാണിത്. നല്ല പൈസ കിട്ടുന്ന വർക്കാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ആകുമ്പോഴേ. അവന്മാരത് ഗ്ലാസ് വെച്ച് ആ മുറി മുഴുവൻ അടച്ചു കെട്ടിട്ട് ഇയാളെ കെട്ടിടം പണിക്കുന്ന വ്യാജേനയാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഇത് സിനിമകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതായത് ദീർഘകാല ആസൂത്രണം നടത്തി ഒരാളെ മർദ്ദിക്കാൻ തീരുമാനിക്കുന്നു. 2 വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ്. മിന്നൽ മുരളി സിനിമയിൽ പറയത്തില്ല, 28 വർഷം നീണ്ട കാത്തിരിപ്പാണ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് 2 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അവരുടെ മിഷൻ സക്സസ് ആകുന്നത്. അതായത് ഈ പറയുന്ന അനിലെന്ന് പറയുന്ന ആളെ, കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ നേരത്തെ തന്നെ ഇവർ ഇന്ന് കാണുന്നുണ്ട്. എന്താ, ഞങ്ങളുടെ കെട്ടിടം ഒന്ന് റിനോവേറ്റ് ചെയ്യണം, അപ്പോൾ ഒരു പണി ചെയ്യണം, ഇത് എത്ര ചിലവ് വരും എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അയാൾ ഇതിന് ചുറ്റും നടന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ചിലവൊക്കെ പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇയാളോട് പറയുന്നു, ഞങ്ങൾ അറിയിക്കാം, പൈസ ഗൾഫിൽ നിന്ന് അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും യാദൃച്ഛികമെന്നാണ് ഈ മനുഷ്യനെ വിളിക്കുകയാണ്. പൈസയൊക്കെ ആയിട്ടുണ്ട്, ഇങ്ങോട്ട് വരണം, നമുക്ക് ഈ കെട്ടിടം ഒന്ന് നോക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞാണ് വിളിച്ച്. അങ്ങേര് സ്വാഭാവികമായിട്ട് അവിടെ വരുന്നുണ്ടെങ്കിൽ ഇയാളെ മുറിക്കകത്തോട്ട് കയറ്റി നേരെ അവിടെ ലോക്ക് ചെയ്യണം. ഈ ചങ്ങലയിൽ ബന്ധിച്ച് അതിക്രൂരമായിട്ട് കയ്യും തല്ലി ഒടിച്ച് ശരീരം ആസകല ഇട്ടിച്ച് ചതച്ച് ഇഞ്ച പരുവാക്കി. ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ചെയ്താൽ ഇയാളെ മോളെ കല്യാണം കഴിച്ച് കൊടുക്കും. അതെ, ലോകത്ത് ആരെങ്കിലും ബോധമുള്ള മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം ഇയാളുടെ ഫോണിൽ വിളിപ്പിക്കുന്നു, എനിക്ക് നല്ല സുഖമല്ല, നീ ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞ് ഈ സ്ഥലത്ത് വിളിപ്പിക്കുന്നു. ഈ മകൻ, ഈ കൊച്ചു പയ്യനാണ്, ഈ പയ്യൻ വരുന്നുണ്ടെ ആ പയ്യനെ ഇവന്മാർ അതിക്രൂരമായിട്ട് മർദ്ദിക്കും. എൻ്റെ വിരലൊടിക്കുകയും മുട്ടുസൂചി വെച്ച് വിരലിനിടയ്ക്ക് കുത്തിക്കയറ്റുകയൊക്കെ ചെയ്ത് ഭീകരമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം ഇവനെ വിടുന്നു. ഇവൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരും. ഇവൻ 2 ഗുണ്ടകളോട് ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഇവന്മാർ 2 എണ്ണം ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അവിടെ ചെന്ന് പറയേണ്ടത് ഇതാണ്, അച്ഛന് സുഖമില്ലാതെ കിടക്കുന്നു, അമ്മ വരാം. അങ്ങനെ വീട്ടിനകത്തായിട്ട് കയറ്റി വിട്ടിട്ട് യുവമാർ വെളിയിൽ നിൽക്കുന്നു. പയ്യൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയെ ആരോടും പറയല്ലേ, അച്ഛനെ ഇതുപോലെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇടിക്കുകയാണ്, അമ്മയും കൊണ്ടിയെല്ലാനാണ് വീട്ടിലിരിക്കുന്നത്. ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുക. അതോടെ യുവമാർക്ക് മനസ്സിലായി കളം മാറിയെന്ന്. യുവമാർ അവിടെ നിന്ന് മുങ്ങുന്നു. ഇവർ വന്ന് പോലീസ് വന്ന് മോചിപ്പിച്ച് ഇവരെ ആശുപത്രിയിലൊക്കെ. യുവമാർ നേരെ ഇവിടുന്ന് പളനിക്ക് പോയി തീർത്ഥാടനം നടത്തിയെടുത്ത്. യുവമാർ ഇവിടുന്ന് നേരെ എനിക്കൊന്ന് സ്വകാര്യ ബസ്സിൽ കയറി കൊല്ലത്തിറങ്ങി. കൊല്ലത്തുനിന്ന് ഇറങ്ങിയിട്ട് അല്ലല്ല, കൊല്ലത്തുനിന്ന് അടുത്ത ബസ്സിൽ കയറി ഇവന്മാർ ഇവിടെ പോയി, പിന്നെ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന് അവിടെ തമ്പടിച്ചു 2 ദിവസം. എന്നിട്ട് മൊബൈൽ ഫോൺ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇവന്മാർ മൊബൈൽ ഫോൺ മാറ്റി വെച്ചു.
മാറ്റി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ കുളത്തൂപ്പുഴ ചെന്ന് തമ്പടിച്ചിട്ട് അവന്മാർ അവിടുന്ന് പളനിയിൽ പോയി. പളനിയിൽ പോയിട്ട് 2 ആശാന്മാർ ഇതങ്ങ് മുട്ടയടിച്ചു. അവന്മാർ വേഷം അങ്ങ് മാറി. എന്നിട്ട് 2 ആശാന്മാർ മുടിയെല്ലാം പറ്റ വെട്ടി വേറൊരു രൂപത്തിലോട്ട്. എന്നിട്ട് 2-3 ദിവസം അവിടെ കറങ്ങി 2 ദിവസം കറങ്ങി നടന്നേച്ച് കഴിഞ്ഞ് ഇവന്മാർ തിരിച്ച് ഇവിടെ തന്നെ ഈ ചിതറയിലെങ്ങാണ്ടൊരു വലിയ മലയുണ്ട്, ആ പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടിനുള്ളിൽ ഗുഹ പോലൊരു സ്ഥലം, അവിടെ വന്ന് തമ്പടിച്ചു. പക്ഷെ പോലീസ് ഇവിടെ എല്ലാം നടന്ന് തിരക്കുന്നുണ്ടായിരുന്നു. ഇവരെ കിട്ടുന്നില്ല. ഇവന്മാർ പക്ഷേ ഇവർക്ക് മനസ്സിലായി പോലീസ് തിരക്കി നടക്കുന്നുണ്ട്, ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് അവസാനം ഇവന്മാർ എന്തു ചെയ്യുന്നു, ഇവന്മാർ അവിടെ പമ്മി ഇരുന്നിട്ട് ഇവരുടെ വിശപ്പ് കൂടിയപ്പം വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സിനിമയിൽ കാണുമ്പോൾ തമാശ ഇറങ്ങാൻ പോലെയാണ് ഇത് ശരിക്കും പറഞ്ഞവന്മാരെ കീഴടങ്ങൽ. അതാ കാരണം കറങ്ങി ലോകത്താദ്യമായിട്ടായിരിക്കും നല്ല 4 കിടിലൻ ഗുണ്ടകൾ എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനിൽ ഇവരൊക്കെ പച്ചവെള്ളം കൊടുക്കരുതായിരുന്നു സത്യം പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന്. മനുഷ്യരെ ഇത്രയും ഇവനൊക്കെ മനുഷ്യന്മാരാണെന്നുള്ളതാണ്. അത് ഞാൻ ആലോചിക്കുന്നത് ഇവൻ്റെയൊക്കെ വീട്ടുകാരാണ് ആദ്യം ആലോചിക്കുന്നത്. രക്ഷകർത്താക്കളുണ്ടല്ലോ, അവർ ഇതുപോലത്തെ വല്ലവരാണോ അതോ അവർ മര്യാദയ്ക്ക് വളർത്തിയിട്ട് ഇവന്മാർ തലയിരിഞ്ഞ് മരുന്നടിയായിരിക്കും മിക്കവാറും. സ്വാഭാവികമായും മരുന്നടിക്കുന്നവരായിരിക്കും. അതല്ലാതെ സാധാരണ ഒരു ചിന്തിക്കാൻ കഴിവുള്ളവർത്തിന് ഈ പരിപാടി ചെയ്യാൻ പോവില്ല. ഇയാളെ കൊണ്ട് കെട്ടിയിട്ട് തലയെന്ന് പറഞ്ഞ് ഇയാളെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കും, ഒരിക്കലും ഇല്ല. എന്നാലും ഇത്ര വലിയ ഗ്രാൻഡായിട്ട് ഒരു പരിപാടി മാസില ഇറങ്ങിയ ഭയങ്കര മാസല്ലേ കാണിച്ചിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു പെണ്ണിനെ കല്യാണം ആലോചിക്കുന്നു, ഇവന് ആള് ശരിയല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നത് നിനക്ക് കെട്ടിച്ച് തരത്തില്ലെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഞാൻ അവളെ കെട്ടിയിട്ട് തന്നെ ഞാൻ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അയാളെ ആക്രമിക്കുന്നു. അയാളെ ആക്രമിച്ച ശേഷം പെണ്ണിനെ കെട്ടിച്ച് ഒരുത്താൻ നീ എനിക്ക് പെണ്ണിനെ കെട്ടിച്ച് തരില്ല അല്ലേ, എന്നാൽ നിന്നെ ശരിയാക്കി കളയാം എന്ന് പറഞ്ഞ് വലിയ സിനിമാ സ്റ്റൈലിൽ 2 ലക്ഷം രൂപ മുടക്കി പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? എനിക്ക് തോന്നുന്നത് ഇവന്മാരെ കണക്കുകൂട്ടൽ പിഴച്ചെവിടാന്ന്, ഇവന്മാർ മണ്ടന്മാരാന്ന് മനസ്സിലായില്ലേ. നമ്മൾ പണ്ട് പഴയകാല സിനിമകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഈ മണ്ടന്മാരായ ഗുണ്ടകളുണ്ട്. കൊച്ചിൻകാനി പ്രധാന വില്ലന്റെ സഹായം മണ്ടനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ മണ്ടന്മാരായിട്ടുള്ള ഗുണ്ടകൾ എന്ന് പറയുന്ന പോലെ ഇവരുടെ പരിപാടി പ്ലാൻ ചീറ്റിപ്പോയത് ഈ പയ്യനെ ഇടിച്ച് വീണ്ടും അവന്റെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. അതാണ് അവിടെ ഇവനല്ലാതെ വേറെ എവിടെങ്കിലും മാറി അമ്മ ഇന്നടത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നടന്നു പോയി. നേരത്തെ വീട്ടിലോട്ട് പോയിട്ട് ഈ അമ്മയുടെ അടുത്തോട്ട് ഇവന്മാര് പോകാതെ ഇവനെ തന്നെ കയറ്റി വിടുക. അമ്മ ബുദ്ധിയുള്ള ആളാണ്, അവര് വളരെ തന്ത്രപൂർവ്വം പെരുമാറി. അമ്മ ഭയന്നില്ല. അങ്ങനെയാണ് സത്യത്തിൽ ഒരു പിടിയിൽ വീഴുന്നത്. അപ്പോഴും നമ്മൾ ആലോചിക്കണം, ഈ ഗുണ്ടകൾക്ക് ബോധമില്ലാതെ വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ഗുണ്ടകൾ അവസാനം തമാശായിപ്പോയി. പിന്നെ ഈ അവിടെ നിന്നുള്ള രക്ഷപ്പെടിയിലും മാസമാണ്. ഇവർ മൊബൈൽ ഫോണൊക്കെ ഉപേക്ഷിച്ച് ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിൽ കയറി ഓരോ ബസ്സുകൾ മാറി ദൃശ്യം മോഡലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഇതെല്ലാം മാറ്റിയതിന് ശേഷം നേരെ ഇവിടെ കയറിപ്പോന്നു. കുളത്തൂപ്പുഴ ചെല്ലുന്നു. അമ്പലത്തിൻ്റെ പരിസരത്ത് അലഞ്ഞേരിഞ്ഞ് നടക്കും. ആരും പിടികൂടാതിരിക്കാൻ വേണ്ടിയാണ്. ക്ഷേത്ര ദർശനത്തിന് വന്ന് അവിടുന്ന് നേരെ പളനിക്ക് കടക്കുന്നു. എന്തായാലും കടന്ന് അതിനും വിശന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ചു തെറ്റി എനിക്ക് വിശക്കുന്ന എനിക്ക് അമ്മയെ കാണണേ എന്നും പറഞ്ഞ് തിരിച്ചു വരുന്ന ഗുണ്ടകളെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഇവന്മാർ ആ മനുഷ്യനോട് ചെയ്ത ദേഹോപദ്രവം നല്ല വകുപ്പ് അനുസരിച്ച് കേസെടുക്കണം. എന്തായാലും നമ്മുടെ പുതുതലമുറയുടെ പോക്ക് മരുന്നാണെന്ന് തോന്നുന്നു. മരുന്നായിരിക്കും, സ്ഥിരബുദ്ധിയുള്ള ഇങ്ങനെ ചെയ്യില്ല. ഇല്ല, കാരണം ഈ കൊച്ചു പിള്ളേരല്ലേ എനിക്കത് മനസ്സിലാകത്ത 20-21 വയസ്സ് നല്ല പൈസ കിട്ടും. അത് ശരിയാണ്. പക്ഷെ ഇതൊക്കെ അവർ നല്ല കോഴ്സൊക്കെ പഠിക്കാൻ പോകേണ്ട ഒരു പ്രായമല്ലേ 20-21 വയസ്സെന്ന് പറഞ്ഞാൽ. ആ 28 വയസ്സായവൻ എല്ലാ ഇപ്പം തരികടയും കഴിഞ്ഞിട്ട് അവന് വേറെ പണിക്ക് പോയിട്ടുണ്ട്, അവൻ ജീവിക്കുന്നുണ്ട്. അവന് വേണ്ടി ആരാധനയ്ക്കാൻ പോകുന്നു. ആരാധകന്മാരാണ് കൂടെ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടോ ഇവന്റെയൊക്കെ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. ഇനി വക്കീലിന് വയ്ക്കാനുള്ള പൈസ എങ്ങനെ ഉള്ളവരാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. കാരണം എമ്മാരുടെ പേരിൽ എന്തായാലും വലിയ വകുപ്പ് അനുസരിച്ചായിരിക്കും കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോലീസ് അത് പിന്നാലെ പോകുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇവന്മാർ മാളത്തിൽ നിന്ന് പുറത്തിയാടി ഒരു സ്റ്റേഷനിൽ കീഴടങ്ങി.